ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭൂതകാൽ കെ ഭേദാണ്. കാൽ और उसके भेद, വർത്തമാൻ കാൽ കെ ഭേദ് ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഭൂതകാൽ കെ ഭേദാണ്. ഹിന്ദി വ്യാകരണത്തിൽ ഭൂതകാൽ എന്നത് കഴിഞ്ഞുപോയ സമയത്തെ സൂചിപ്പിക്കുന്ന കാലമാണ്. അതായത് നേരത്തെ നടന്ന പ്രവൃത്തികളെ പറയുമ്പോൾ ഭൂതകാലം ഉപയോഗിക്കുന്നു. ഭൂതകാലത്തിന് 6 പ്രധാന ഭേദങ്ങളുണ്ട്. അതിലൊന്നാമത്തെയാണ് സാമാന്യ ഭൂതകാൽ, സാധാരണ ഭൂതകാലം. जहाँ क्रिया के रूप से कार्य के पूरे हो जाने का साधारण ढंग से बोध हो. ഒരു പ്രവൃത്തി കഴിഞ്ഞുപോയെന്ന് സാധാരണ രീതിയിൽ പറയുമ്പോൾ അത് സാധാരണ ഭൂതകാലമാണ്. രാം ആയ ഔർ മോഹൻ ചലാ ഗയ. റാം വന്നു, മോഹൻ പോയി. രണ്ട് പ്രവൃത്തികളും കഴിഞ്ഞ സംഭവങ്ങളാണ്. തുമ്നെ ഗാന ഗയ. നീ ഭക്ഷണം കഴിച്ചു, പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു. കാജൽ നെ ഗീത് സുനായ. കാജൽ പാട്ടുപാടി. അതും കഴിഞ്ഞൊരു പ്രവൃത്തിയെ പറയുന്ന കാര്യമാണ്. അങ്ങനെ കഴിഞ്ഞു പോയ പ്രവൃത്തിയെ പറയുന്ന ഇതാണ്. രണ്ടാമത്തത് അസത്ര ഭൂതകാൽ, സമീപ ഭൂതകാലം. അസ്ര ക അർത്ഥ ഹെ നികട്. അസ്ര എന്നത് അടുത്ത് അല്ലെങ്കിൽ സമീപം എന്നാണ് അർത്ഥം. കാര്യ നികട് ഭൂതകാൽ സെ അദർത്ത് കുച്ച് സമയ പൂർവ് ഹുവാ ഹെ. ഒരു പ്രവൃത്തി കുറച്ചു നേരം മുമ്പ് മാത്രമാണ് നടന്നതെന്ന് സൂചിപ്പിക്കുമ്പോൾ അത് അസത്ര ഭൂതകാലാണ്. വഹ് അബി ആയാ ഹെ. അവൻ ഇപ്പോൾ വന്നതാണ്. വളരെ അടുത്ത സമയത്ത് നടന്ന പ്രവൃത്തിയാണ്. ഉസ്നെ പുസ്തക് പഠി ഹെ. അവൻ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിടെ പൂർത്തിയൊരു പ്രവൃത്തിയാണ് അതും. അതേപോലെ തന്നെ വിദ്യാലയ ഗുൽ ഗയാ ഹെ. സ്കൂൾ തുറന്നിരിക്കുന്നു. സ്കൂൾ കുറച്ച് നേരത്തെ തുറന്നു എന്ന് പറയും. ഇപ്പോഴേക്കും നടന്ന സംഭവമാണ്. മൂന്നാമത്തെയാണ് പൂർണ്ണഭൂതകാലം. കാര്യ പഹലെ ഹി പുരാ ഹോ ചുക്കാ ഹെ. ഒരു പ്രവൃത്തി വളരെ മുമ്പ് തന്നെ പൂർത്തിയായി കഴിഞ്ഞു എന്ന് കാണിക്കുന്ന കാലം. കൃഷ്ണനെ കംസ് കോ മരാത. കൃഷ്ണൻ കംസനെ കൊന്നിരുന്നു. പണ്ട് നടന്നൊരു കഥയാണ്. അത് രാമായണം ആ സംഭവത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണൻ കംസനെ കൊന്നിരുന്നു. രമേശ് ഗാനാക്ക ചുക്കാത. രമേശ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. മറ്റൊരു സംഭവത്തിന് മുമ്പേ ഈ പ്രവൃത്തി പൂർത്തിയായി. സുരേഷ് കൽ ദില്ലി ഗയാത. സുരേഷ് ഇന്നലെ ഡൽഹിയിലേക്ക് പോയിരുന്നു. ഇതും പൂർണ്ണമായ പഴയ പ്രവൃത്തിയാണ്. ഇങ്ങനത്തെ ഇതിനെയാണ് പൂർണ്ണ ഭൂതകാലം എന്ന് പറയുന്നത്. നാലാമത്തെയാണ് അപൂർണ ഭൂതകാലം. ഭൂതകാൽ മേം കാരി ഹോ രഹാ ദാ പർ ഉസ്കി സമാപിത് കാ പതാ നാ ലഗെ. കഴിഞ്ഞ കാലത്തൊരു പ്രവൃത്തി നടക്കുകയായിരുന്നു, പക്ഷേ അത് പൂർത്തിയായോ ഇല്ലയോ അറിയില്ലെങ്കിൽ അതിനെ അപൂർണ ഭൂതകാലം എന്ന് പറയുന്നു. ലഡ്കി നാച്തി തി. പെൺകുട്ടി നൃത്തം ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ കാലത്ത് തുടരുന്ന പ്രവൃത്തിയാണ്. ലഡ്ക പടാത്ത ഹെ. ആൺകുട്ടി പഠിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളൊരിതില്ല. ഗിലാഡി ഗേൽ രഹാതെ. കളിക്കാർ കളിച്ചുകൊണ്ടിരുന്നു. പ്രവൃത്തി അവിടെ തുടരുക തന്നെയാണ്. അധ്യാപക പഠേ രഹേ ഹെ. അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. സുശീല ഗാന ബനാ രഹി തി. സുശീല ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. ഇതൊക്കെയാണ് അപൂർണ ഭൂതകാൽ. അടുത്തതാണ് സന്ദിഗ്ധ ഭൂതകാൽ, സംശയ ഭൂതകാലം. കാര്യ ഹോനെ മേം അനിശ്ചിതത അഥവാ സന്ദേഹ് പ്രകട ഹോ. ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടാകുമെന്ന സംശയമോ അനുമാനമോ പ്രകടിപ്പിക്കുമ്പോൾ ഈ കാലം ഉപയോഗിക്കുന്നു. ഉസ്നെ കവിത പഠി ഹോഗി. അവൻ കവിത വായിച്ചിട്ടുണ്ടാകും. ഉറപ്പില്ല, വെറുമൊരു ഇതാണ്. കൽ കാര്യാലയ ഖുലാ ഹോഗ. ഇന്നലെ ഓഫീസ് തുറന്നിട്ടുണ്ടാകും. ഒരു ഇത് മാത്രമാണ്, ഉറപ്പൊന്നുമില്ല. അപ്പനെ ഉൻഹി സംചായ ഹോഗ. നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതേപോലെ നാളെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാകും എന്ന് പറയുന്നത് ഫ്യൂച്ചർ, ഭാവിയിലോട്ട് പോകും. അപ്പം അതിൽ ആറാമത്തെയാണ് ഹേതുമത് ഭൂതകാല്. ഹേതു കാ അർത്ഥ ഹേ കാരൺ. ഹേതു എന്നത് കാരണം എന്നാണ് അർത്ഥം. കിസി കാര്യ കെ നാ ഹോ സക്നെ കാ വർണ്ണൻ കർണെ കെ സാത്ത്. ഒരു പ്രവൃത്തി നടന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ചേർത്ത് പറയുമ്പോൾ ഈ കാലം ഉപയോഗിക്കുന്നു. വഹ് രോത്തി തോ മേം ഉസേ ചുപ് കരാത്ത. അവൾ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ ശാന്തമാക്കും. ഇതൊരു നിബന്ധനയും അതിൻ്റെ ഫലവുമുണ്ട്. ഇപ്പം അവൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അവളെ സമാധാനമാക്കുമായിരുന്നു. കബീൽ പഠിത്താ തോ പാസോ. ഇപ്പം കബീൽ പഠിച്ചിരുന്നെങ്കിൽ പാസ്സിന്. ഇപ്പം നമ്മൾ പഠിച്ചാൽ നമുക്ക് പാസ്സാവാൻ പറ്റും. ആ ഒരു സാധനം. യദി വർഷം ഹോത്തി തോ കിസാൻ ഖുഷിയ ഹോത്തെ. മഴ പെയ്തിരുന്നെങ്കിൽ കർഷകർ സന്തോഷിച്ചേനെ. അതായത് എന്താ പറയുക, ഇപ്പം നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിത് കിട്ടും. അതിനെയാണ് നമ്മൾ ഹേതുമത് ഭൂതകാൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഹിന്ദിയിലെ ഭൂതകാൽ എന്ന വിഷയം അതിൻ്റെ 6 ഭേദങ്ങളും ഇപ്പോൾ പഠിച്ചു. അതിലൊന്നാമത്തെയാണ് സാമാന്യ ഭൂതകാൽ, സാധാരണ കഴിഞ്ഞ പ്രവൃത്തി. അസന്ന ഭൂതകാൽ, അടുത്തിടെ നടന്ന പ്രവൃത്തി. പൂർണ്ണ ഭൂതകാൽ എന്ന് പറഞ്ഞാൽ മുമ്പേ പൂർത്തിയായ പ്രവൃത്തി. സന്ദിഗ്ധ ഭൂതകാൽ എന്ന് പറഞ്ഞാൽ സംശയത്തോടെ പറയുന്ന പ്രവൃത്തി. ഹേതുമത് ഭൂതകാൽ എന്ന് പറഞ്ഞാൽ
കാരണം ചേർത്ത് പറയുന്ന പ്രവൃത്തി. ഹിന്ദി വ്യാകരണത്തിൽ കാലങ്ങൾ മനസ്സിലാക്കിയാൽ ഭാഷ വളരെ എളുപ്പമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.